നിരന്തരമായ പരാജയങ്ങൾക്ക് ശേഷം കോൺഗ്രസ് അപ്രസക്തമായി മാറിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ബിജെപി സംഘടിപ്പിക്കുന്ന സംവിധാൻ ഗൌരവ് ദിവസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും കോൺഗ്രസ് ബാധ്യതയെ മാറി. അത്തരം നിരാശയിൽ നിന്നാണ് ബിജെപിക്കെതിരെ ഭരണഘടനാ വിഷയത്തിൽ നുണപ്രചാരണം നടത്താൻ കോൺഗ്രസ് തുനിയുന്നതെന്ന് കേന്ദ്രമന്ത്രി ആരോപിച്ചു. സമൂഹത്തിലെ അധസ്ഥിത വർഗത്തിനു വേണ്ടിയും സംവരണത്തിനു വേണ്ടിയും എന്നും നിലകൊണ്ടിട്ടുള്ള പാർട്ടിയാണ് ബിജെപി. എന്നാൽ ഭരണഘടനയ്ക്കെതിരെ നിരന്തരം കലഹിക്കുകയും ഭരണഘടനാ ശില്പി ബാബാ സാഹിബ് അംബേദ്കറിനെ ഇകഴ്ത്താനുമാണ് കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളതെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. Their allies in Jammu Kashmir, their allies in Bihar, their allies in Uttar Pradesh, their allies in Jharkhand, and recently now going on in Delhi. I have come from Delhi. They had alliance. Mr. Kejriwal had alliance with the Congress party, and today they are fighting against each other. And daily Mr. Rahul Gandhi is releasing some or other videos. Why am I quoting in this Samvidhan Gaurav Divas? When they are desperate, Congress party and some of the opponent parties, they are trying to mislead and misinform the people. That's why they are trying to bring the issues. BJP is going to change the constitution, BJP is going to abolish the constitution, BJP is doing this, BJP is doing that, BJP is trying to scrap the reservation. These are all the allegations, false narrative they are trying to make it. ചടങ്ങിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരമില്ലാത്ത വിഷയങ്ങളിൽ കേരളം ഇടപെടുന്നതായി കെ സുരേന്ദ്രൻ പറഞ്ഞു. സർക്കാർ തന്നെ ഭരണഘടനയെ കുഴിച്ചുമൂടുന്ന അവസ്ഥയാണ് കേരളത്തിലെന്നും അദ്ദേഹം ആരോപിച്ചു. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതേ ലെഫ്റ്റ് സർക്കാർ ഓരോ കാര്യത്തിലും ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാനുള്ള അവകാശമാണ്. ജീവിക്കുക, ആശയപ്രചരണം നടത്തുക, ഇതിനൊക്കെ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് ഓരോ പൗരനും. എന്നാൽ ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്നവരെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് ഇടപെടുന്നു. ഇത്രയധികം പൊളിറ്റിക്കൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ സാധാരണ സ്റ്റേറ്റ് എന്താണ്? ഒരു കൊലപാതകം നടന്നാൽ സ്റ്റേറ്റ് ആ പ്രതികൾക്ക് എതിരായി വാദിക്കു വേണ്ടി സംസാരിക്കേണ്ടവരാണ്. സ്റ്റേറ്റാണ് കേസ് നടത്തുന്നത്. ഒരു മർഡർ കേസ് നടന്നാൽ സ്റ്റേറ്റ് കേസ് നടത്തുകയാണ്. പക്ഷെ ഇവിടെ മർഡർ കേസിലെ പ്രതികളെ വിട്ടുകിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ശിക്ഷ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലടക്കം സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് പോകുന്ന ഏറ്റവും വിചിത്രമായ ഒരു സ്റ്റേറ്റ്. കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ, കേരള ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് എം.ആർ. ഹരിഹരൻ നായർ, ബിജെപി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി. രാജേഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ബിജെപിയുടെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്.